നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിഷ്ണുവേട്ടൻ എങ്ങനെ മനസ്സ് വന്നു എന്റെ കുഞ്ഞേച്ചിയോട് ഈ ചതി ചെയ്യാൻ? വിഷ്ണുവേട്ടൻ എന്നൊരു ഹൃദയ മന്ത്രത്തിലല്ലേ എന്റെ കുഞ്ഞേച്ചി ഇത്രയും നാള് ജീവിച്ചത്. വിഷ്ണുവേട്ടന് പ്രാണന എന്റെ കുഞ്ഞേച്ചിക്ക് അത് വല്ലതും അറിയോ? വിഷ്ണുവേട്ടന്റെ അടുത്തുനിന്ന് മാറിപ്പോയപ്പോ ജീവവായു ഇല്ലാതെ പോയിന്നാ കുഞ്ഞേച്ചി പറഞ്ഞത്. ആശാൻ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നോ? എന്താടാ? എന്താടന്നോ? ഇപ്പൊ താഴെ നടന്നതിൽ മുഴുവൻ സമാധാനം പറയണം ആശാൻ. കമല, അത് ആശാനെ, ആ നിൽക്കുന്ന ശ്യാമക്കൊച്ചിനെ അറിയില്ലേ? ഒരുപക്ഷെ ഏട്ടത്തേമ്മയ്ക്ക് പോലും മുഴുവനായിട്ട് അറിയില്ല. സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം മുതൽ ആശാന്റെ നിഴലേ ഈ കമലൻ. ഒരേ പ്രായമാണെങ്കിലും വിഷ്ണുവശന്റെ ഹീറോ ആയിരുന്നു. ആശാനെ എന്ന് വിളിക്കുമ്പോഴും മനസ്സിൽ ദൈവത്തിന്റെ സ്ഥാനവും തന്നിട്ടുള്ളത്. ആശാനെ അതറിയാലോ. കമല, അതിനിപ്പോ ആശാൻ എന്ത് പറഞ്ഞാലും ചെയ്താലും അത് ശരിയാ. എന്നെ അടിച്ചാലും ഞാനത് കൊള്ളേണ്ട ആളാ, പരാതിയില്ല. അമ്മയോടും ചേച്ചിയോടും വരെ അതിനുവേണ്ടി വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. എന്റെ ആശാനല്ല എന്നെ അടിച്ചത്, നിങ്ങൾക്ക് എന്താന്ന് ചോദിച്ചിട്ട്. അതൊരു അവകാശമാണെന്ന് എനിക്കറിയില്ല. എന്നാലും ആ അവകാശത്തിൽ തന്നെയാ ആശാനെ ചോദിക്കുന്നേ. പെൺകുച്ചി ഏതാണ് ആശാനെ? ആശാൻ താലി കെട്ടിക്കൊണ്ടുപോകുന്ന ഭാര്യ എന്ന് പറയുന്ന ആ പെണ്ണ്. ആശാനെ കൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊന്നും ചെയ്യില്ല. അതാ എന്റെ ആശാൻ. കമല, ആശാനെ പോലെ തന്നെ എനിക്ക് നല്ല വ്യക്തമായ ഓർമ്മയുണ്ട്. ആശാൻ ഏട്ടത്തേമ്മ ആദ്യമായി കണ്ട ദിവസം, അന്ന് മാർക്കറ്റിൽ വെച്ച്. ആ നിമിഷം മുതൽ ദേ ഇന്ന് വരെ, ദേ കുറച്ച് മുൻപ് വരെ ആശാന്റെ നെഞ്ചിൽ പടപ്പായിരുന്നു ഏട്ടത്തിയമ്മ. മധുശ്രീയായി സത്യമ്മ കല്യാണത്തിന് നിർബന്ധിച്ചപ്പോഴും ആശാൻ മടിച്ചു നിന്ന് എന്തിനാ? ശാലിനി അടുത്ത് ഓർത്തല്ലേ? അല്ലെങ്കിൽ എന്തിനാ ആശാനെ സത്യമ്മ കല്യാണത്തിന് കൊണ്ടുപിടിച്ച് ശ്രമിച്ചപ്പോഴും ആശാൻ 6 വർഷം പിടിച്ചു നിന്നത്? ശാലിനി അടുത്ത് മാത്രം മതി. മറ്റൊരു ബന്ധത്തെ പറ്റി ആലോചിക്കുന്നത് പോലും ഭ്രാന്ത് പിടിപ്പിക്കുമെന്ന് ആശാൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? പരസ്പരം സ്നേഹിക്കുന്ന രണ്ടാൾക്കാര് അടുത്തു വരുമ്പോ
ഹൃദയത്തിന് പ്രത്യേക ഒരു തുടുപ്പൊക്കെ ഉണ്ടാവുമെന്ന്, ആ സാന്നിധ്യം അറിയാമെന്നൊക്കെ ആശാൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? അതൊക്കെ ആശാന്റെ തോന്നലാണെന്ന് വേറൊരു ബന്ധത്തെ പറ്റി ആലോചിക്കാനും ഈ ഞാൻ തന്നെ ആശാന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? അതൊക്കെ കുറച്ചു ദിവസം മുമ്പ്. അന്ന് ഏട്ടത്തമ്മ എവിടെയെന്ന് പോലും അറിയില്ല ആശാന്. എന്നിട്ട് ആശാൻ അത് സമ്മതിച്ച് തന്നോ? ഇപ്പോ ഏട്ടത്തമ്മ നേരെ ആശാന്റെ മുന്നിലേക്ക് വന്നപ്പോ ആശാന് എന്താ പറ്റേ? ആശാന്റെ ഹൃദയത്തെ തുടുപ്പൊക്കെ എവിടെ പോയി? അതിനിടെ ഞാൻ പോലും അറിയത് എവിടെ നിന്ന് വന്നു ഈ കാർത്തിക? വിഷ്ണുവേട്ടൻ എങ്ങനെ മനസ്സ് വന്നു എന്റെ കുഞ്ഞീച്ചിയോട് ഈ ചതി ചെയ്യാൻ? വിഷ്ണുവേട്ടൻ എന്നൊരു ഹൃദയ മന്ത്രത്തിലല്ലേ എന്റെ കുഞ്ഞേച്ചി ഇത്രയും നാള് ജീവിച്ചത്. വിഷ്ണുവേട്ടനെ പ്രാണന എന്റെ കുഞ്ഞേച്ചിക്ക് അത് വല്ലതും അറിയോ? വിഷ്ണുവേട്ടന്റെ അടുത്തുനിന്ന് മാറിപ്പോയപ്പോ ജീവവായു ഇല്ലാതെ പോയിന്നാ കുഞ്ഞേച്ചി പറഞ്ഞത്. വിഷ്ണുവേട്ടനോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാനാ ആ പാപം ഇങ്ങോട്ട് ഓടി വന്നത്. കളക്ടർ ആകുന്നതിന് മുൻപും അതിനുശേഷവും വിഷ്ണുവേട്ടൻ ഈ വീടിന് വേണ്ടി എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ട് കുഞ്ഞേച്ചി. അതൊക്കെ ഇത്രയും പെട്ടെന്ന് മറക്കാൻ വിഷ്ണുവേട്ടനെ കൊണ്ട് എങ്ങനെ കഴിഞ്ഞു? ആ പാവത്തിനെ ഇങ്ങനെ ചതിക്കാൻ പാടില്ലായിരുന്നു. ഇങ്ങനെ ചതിക്കാൻ പാടില്ലായിരുന്നു വിഷ്ണുവേട്ട. ശ്യാമേ, ഞാൻ ആരും ചതിച്ചിട്ടില്ല. ചതിച്ചിട്ടില്ലെന്നോ? പിന്നെ എന്താ ഈ കാണുന്നൊക്കെ? ശ്യാമേ, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. ഇനി എന്ത് വിശ്വസിക്കാൻ ആശാനെ? കല്യാണം കഴിച്ച് വേറൊരു പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്നില്ലേ? അതിനെ സത്യം അംഗീകരിച്ചില്ലേ? ഇനി എന്താ? എടാ, ഞാൻ പറയുന്നത് കേക്കടാ. എടാ, എല്ലാം ഞാൻ പറയാം. വിഷ്ണുവേട്ടാ, ശ്യാമേ, താഴെ സത്യാമ്മ അന്വേഷിക്കുന്നുണ്ട്. ഓ അല്ല, പെട്ടെന്ന് ചെല്ലാനാ സത്യാമ്മ പറഞ്ഞത്. ഞാൻ പൊയ്ക്കോളാം, പോരെ? ആശാൻ എന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത്? കമലൻ എന്നല്ലേ ഇയാളുടെ പേര്? അതെ. വിഷ്ണുവേട്ടന്റെ കൂട്ടുകാരനല്ലേ? അതെ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് അധിക സമയമായിട്ടില്ല. അല്പം സ്വകാര്യത കിട്ടിയിരുന്നെങ്കിൽ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.